നമസ്കാരം. കുറച്ച് ഗൗരവമുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങളുടെ നാട്ടുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ അയൽപക്കക്കാരോ അല്ലെങ്കിൽ നിങ്ങളുടെ സൗഹൃദ വലയത്തിലുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളൊക്കെ അറബ് നാടുകളിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ പലരും വിസ കാലാവധി കഴിഞ്ഞിട്ടും നാട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല എങ്കിൽ ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതുവരെയും അങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ ഈ നിരോധിക്കപ്പെട്ട PFI സാമ്പത്തിക സഹായം ചെയ്ത ആളുകളായിരിക്കും അന്വേഷണ വിധേയമായി NIA നാട്ടിൽ വന്നാൽ അറസ്റ്റ് ചെയ്യും എന്ന പേടി കൊണ്ട് ഇങ്ങോട്ട് വരാതെ അവിടെ അറബ് നാടുകളിൽ തന്നെ ഒരുപക്ഷെ തങ്ങുന്നതായിരിക്കാം. ചിലർക്കൊക്കെ അവിടെ ഒരുപക്ഷെ കുറച്ചു കാലം കൂടെയൊക്കെ ഒളിവിലൊക്കെ കഴിയാൻ പറ്റിയേക്കും. പക്ഷേ അവിടുത്തെ നിയമം അനുസരിച്ച് അവരൊന്നുകിൽ പിടിച്ച് കുറച്ചു കാലം ജയിലിലിടുകയും അതിനുശേഷം പൊതുമാപ്പൊക്കെ കൊടുത്ത് തിരിച്ച് ഇന്ത്യയിലേക്ക് തന്നെ കയറ്റിവിടുകയും ചെയ്യും. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ അത്തരക്കാരൊക്കെ ഇവിടെ വരുമ്പോൾ NIA അറസ്റ്റ് ചെയ്യുമെന്ന കാര്യം ഉറപ്പാണ്. അറസ്റ്റ് ചെയ്താൽ മിനിമം 90 ദിവസം അകത്ത് കിടക്കേണ്ടി വരും. ആ 90 ദിവസത്തിനിടയ്ക്ക് ജാമ്യം പോലും കിട്ടില്ല. ഇനി അവരുടെ അക്കൗണ്ട് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരതിന് സമാധാനം പറയേണ്ടി വരും. അവർ നിരപരാധിയാണെങ്കിലും അല്ലെങ്കിലും അവരതിന് സമാധാനം ബോധിപ്പിച്ചേ മതിയാവൂ. ഇങ്ങനെ ഉള്ള ചിന്താധാരയുമായിട്ട് ആശയധാരയുമായിട്ട് നടക്കുന്നവരാണ് നിങ്ങളുടെ സുഹൃത്ബന്ധത്തിലുള്ളതെങ്കിൽ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. കാര്യം 13,000-ഓളം അക്കൗണ്ടുകൾ NIA നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ 10,000-ഓളം അക്കൗണ്ടുകൾ മലയാളികളുടെയാണ്. അതൊരു വലിയ സംഖ്യയാണ്. 10,000-ഓളം മലയാളികൾ ഈ PFIക്ക് കാശ് അവരുടെ അക്കൗണ്ട് വഴി അയച്ചു കൊടുത്തിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ കളിയൊന്നുമല്ല, അത് വലിയ ഗൗരവത്തോடு തന്നെ കാണേണ്ടതാണ്. അപ്പം ഇതിനകം തന്നെ നിരവധി ആളുകളെ NIA എയർപോർട്ടുകളിൽ വെച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവരെ പിടിച്ച് 90ഓളം ദിവസം കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴും ആ കേസ് നൂലാമാലയായിട്ട് അവർ നടക്കുകയാണ്. ഇനിയും ആയിരക്കണക്കിന് ആളുകളെ അവർക്ക് പിടികൂടാനുണ്ട്. അവരിൽ പലരും ഇവിടെ വന്നാൽ അറസ്റ്റിലാവും എന്ന് പേടിച്ചുകൊണ്ട് അറബ് നാടുകളിലും മറ്റ് നാടുകളിലൊക്കെ ഒളിവിൽ കഴിയുകയാണ്. അതായത് വിസ കാലാവധി കഴിഞ്ഞവരുടെ കാര്യമാണ് പറഞ്ഞത്. വേറെ ചിലരൊക്കെ മറ്റു കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ വിസ കാലാവധി കഴിഞ്ഞിട്ട് നിൽക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാവരെയും ഒന്നും ഈ കണക്ഷനിൽ കൂട്ടേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ അയൽവക്കത്തോ നാട്ടിലോ ഒക്കെ ഇത്തരം ആളുകൾ പോയിട്ട് കാലാവധി കഴിഞ്ഞിട്ടും വരുന്നില്ല എങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. കാരണം നിങ്ങൾക്കൊരു സൂചന പോലും കാണില്ല ഇത്തരക്കാർ ഈ ചിന്താഗതിയുമായിട്ട് നടക്കുന്നവരാണ്. ഇനിയിപ്പം നമുക്ക് ധൈര്യമായിട്ട് പറയാം. കാരണം നമ്മുടെ രാജ്യം PFI എന്ന ആ സംഘടനയെ നിരോധിച്ചതാണ്. അത് ഭീകരവാദ പ്രസ്ഥാനമാണ്. ഇന്ത്യയെ ഇസ്ലാമവൽക്കരിക്കാൻ വേണ്ടി രൂപീകരിച്ചതാണ്. വ്യക്തമായ അജണ്ടയോടെ അവർ പ്രവർത്തിക്കുന്നതാണ്. അവരുടെ ഉദ്ദേശം ശരിയല്ല. അവരതിക്രൂരരാണ്, ഭീകരരാണ്. അതുകൊണ്ടാണ് ആ സംഘടനയെ നിരോധിച്ചത്. അവർക്ക് പണം കൊടുക്കുന്നവരും ആ ചിന്താഗതിയായിട്ട് നടക്കുന്നവർ തന്നെയാണ്. ഈ കാര്യം നമ്മുടെ മാധ്യമങ്ങളൊന്നും വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ ഈ വിവരം പുറത്തറിഞ്ഞിട്ട് 3-4 ദിവസമായി. ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും താരതമ്യേന ദുർബലമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇവിടെ പർവ്വതീകരിച്ച് വലിയ വാർത്തയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹണി റോസും അതേപോലെ തന്നെ ബോച്ചെ ഒരു ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിലാണ് ഇപ്പം പിടിച്ച് അകത്തിട്ടിരിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്ക്, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവ്, SFIയുടെ നേതാവ് ആർഷോ ഇതുപോലെ തന്നെ മറ്റൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായിട്ടുള്ള ഒരു പെൺകുട്ടിയോട്, അത് CPIയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായിട്ട് ASF ആണ്, അതിൻ്റെ നേതാവിനോട് ജാതി പേര് വിളിച്ചുകൊണ്ട് നിൻ്റെ വയറ്റിലുണ്ടാക്കി തരും എന്ന് പറഞ്ഞിട്ട് കൂടി ഒരു കേസും എടുത്തിട്ടില്ല. 1 മണിക്കൂർ പോലും അയാളെ അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടില്ല. അപ്പോൾ അത്രയൊന്നും ബോച്ചെ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ കേസ് ഇത്രയേറെ പർവ്വതീകരിച്ചു കൊണ്ട് കെട്ടിയെഴുന്നള്ളിച്ചുകൊണ്ട് നടക്കുന്നു, ഒന്നും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെ വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് മറച്ചു വെക്കാൻ വേണ്ടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും അതൊക്കെ അതിൻ്റെ വഴി പൊക്കോട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ ഇത്തരക്കാരുണ്ടെങ്കിൽ, അതായത് വിസ കാലാവധി കഴിഞ്ഞിട്ടും നാട്ടിൽ വരാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അത്രയേ എനിക്ക് പറയാനുള്ളൂ.